ചില ആളുകൾ എങ്ങനെയാണ് ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ രഹസ്യം എന്താണെന്നറിയോ? അത് ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്ന വലിയ വിജയങ്ങളിലൊന്നുമല്ല, അല്ല. മറിച്ച് ഓരോ ദിവസവും നമ്മൾ എടുക്കുന്ന ആ ചെറിയ ചെറിയ പക്ഷേ ഉറച്ച തീരുമാനങ്ങളിലാണ് കാര്യം. അപ്പോൾ ഈ ഒരു വിശകലനത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒരു ദൈനംദിന മികവിന്റെ കലയെക്കുറിച്ചാണ്. വിജയം അതെങ്ങനെയാ കിട്ടുന്നതെന്നതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ഓരോ ധാരണകളുണ്ടല്ലേ? എന്നാൽ ആദ്യം തന്നെ നമുക്ക് ആ ധാരണകളെ ഒന്ന് ചോദ്യം ചെയ്യാം. കാരണം മിക്കവരും വിശ്വസിക്കുന്നതുപോലെ വിജയമെന്നത് ഭയങ്കര കഴിവോ അല്ലെങ്കിൽ ലക്ക് കൊണ്ടുവരുന്ന ഒന്നല്ല. സത്യം അതല്ല. നോക്കൂ, വിജയത്തെക്കുറിച്ച് സമൂഹത്തിൽ ഒരുപാട് മിഥ്യാധാരണകളുണ്ട്. ടാലന്റ്, ലക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ അഡ്വാൻറ്റേജ് ഒക്കെയാണ് വിജയത്തിന് കാരണമെന്ന് പലരും വിചാരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സത്യം? അത് നമ്മുടെ ഡെയിലി ഹാബിറ്റ്സാണ്, നമ്മുടെ സ്ഥിരതയാണ്. ഓരോ ദിവസവും നമ്മൾ ആരും കാണാതെടുക്കുന്ന ആ ചെറിയ തീരുമാനങ്ങളിലാണ് വിജയത്തിന്റെ അടിത്തറ. ഇതൊരിക്കലും ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു മാജിക് അല്ല, മറിച്ച് നമ്മൾ ക്ഷമയോടെ ഓരോ കല്ലും വെച്ച് പടുത്തുയർത്തുന്ന ഒരു കോട്ട പോലെയാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ആശയം ഇതാണ്: ദൈനംദിന മികവ്. ഓർക്കണം, ഇതൊരൊറ്റ ദിവസത്തെ സംഭവമല്ല, അതൊരു ജീവിതശൈലിയാണ്. ഈ ദൈനംദിന മികവ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് അർത്ഥമാക്കുന്നത്? സംഗതി വളരെ സിമ്പിളാണ്. ഓരോ ദിവസവും നമ്മളെടുക്കുന്ന ചെറിയ സ്ഥിരതയുള്ള തീരുമാനങ്ങൾ. അതും എപ്പോഴാണെന്നോ, ആരും നമ്മളെ കാണാനില്ലാത്തപ്പോൾ പോലും നമ്മൾ നമുക്കായി വയ്ക്കുന്ന ആ ഒരു ഹൈ സ്റ്റാൻഡേർഡ്, അതാണതിൻ്റെ കാതൽ. അപ്പം മികവ് എന്തല്ല, എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതൊരിക്കലും ഒരു സിംഗിൾ ഇവന്റ് അല്ല, അല്ലെങ്കിൽ പെർഫെക്ഷൻ അല്ല, അതൊരു തോന്നലുമല്ല. മറിച്ച് മികവ് എന്ന് പറയുന്നത് ഒരു ജീവിതശൈലിയാണ്, ഒരു കൺസിസ്റ്റൻസിയാണ്. അത് നമ്മൾ ആയിത്തീരുന്ന ഒരു രീതിയാണ്. ശരി, ഇനി നമുക്ക് കുറച്ചുകൂടി പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതിന്റെ ആദ്യത്തെ തൂൺ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ലോകത്തെ, അതായത് നമ്മുടെ മൈൻഡ് സെറ്റിനെ, നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുക എന്നതാണ്. ഒരു ചൊല്ലുണ്ട്, നിങ്ങൾക്ക് പ്രഭാതത്തെ ജയിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ദിവസത്തെ ജയിക്കാൻ കഴിയുമെന്ന്. ശരിക്കും ഒരു ദിവസം നമ്മൾ എങ്ങനെ തുടങ്ങുന്നു എന്നതിലാണ് ബാക്കിയെല്ലാം ഇരിക്കുന്നത്. ആ രാവിലെ നിങ്ങൾ ജയിച്ചാൽ ആ ദിവസം നിങ്ങളുടേതാണ്. കാരണം നിങ്ങളുടെ ആ രാവിലത്തെ ഓരോ ചെറിയ തീരുമാനവും ആ ദിവസം മുഴുവൻ നിങ്ങളെ സ്വാധീനിക്കും. നമ്മളിൽ ഭൂരിഭാഗം പേരും രാവിലെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്ര വലുതാണെന്ന് നമ്മൾ ചിന്തിക്കാറേയില്ല. അലാറം അടിക്കുമ്പോൾ നിങ്ങൾ ആ സ്നൂസ് ബട്ടൺ അമർത്തുന്ന ആ ഒരു നിമിഷം, ആ നിമിഷം നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നറിയോ? കാര്യങ്ങൾ നീട്ടിവെക്കാൻ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ട്രെയിൻ ചെയ്യിക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കും എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്ത ഒരു വാഗ്ദാനം നിങ്ങൾ ലംഘിക്കുകയാണ്. ആ ഒരൊറ്റ പ്രവൃത്തി മതി ആ ദിവസം മുഴുവൻ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവാൻ. ഇനി നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ശ്രദ്ധ. അതാണ് നിങ്ങളുടെ ഏറ്റവും വിലപിടിപ്പുള്ള മുതൽ. കാരണം നിങ്ങളുടെ ശ്രദ്ധ എങ്ങോട്ട് പോകുന്നോ ആ കാര്യത്തിനാണ് നിങ്ങളുടെ ഊർജ്ജം മുഴുവൻ കിട്ടുന്നത്. അതുകൊണ്ട് എവിടെ ശ്രദ്ധിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഈ വിലപ്പെട്ട ശ്രദ്ധയെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും? കുറച്ചു വഴികളുണ്ട്. പ്രധാനപ്പെട്ട ജോലികൾക്ക് വേണ്ടി സമയം ബ്ലോക്ക് ചെയ്യുക, ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളെ ഒഴിവാക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളോട് ഇല്ല എന്ന് പറയാൻ പഠിക്കുക. പിന്നെ ഒരേ സമയം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മുടെ തലച്ചോറിനെ പരിശീലിപ്പിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മെന്റൽ എനർജി വെറുതെ വേസ്റ്റ് ആവില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് ശരിയാക്കി. പക്ഷേ അതുമാത്രം മതിയോ? പോരാ, ആ ചിന്തകളെല്ലാം പ്രവൃത്തിയായിട്ട് മാറണം. അതാണ് നമ്മുടെ രണ്ടാമത്തെ തൂൺ, നമ്മുടെ ശീലങ്ങൾ. നമ്മുടെ പുറമേയുള്ള പ്രവൃത്തികളെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നോക്കാം. ഇതൊന്ന് ഓർത്തുവെക്കുന്നത് നല്ലതാണ്. ഒരാഴ്ച ഭയങ്കര ആവേശത്തിൽ എല്ലാം കൂടി ചെയ്തിട്ട് പിന്നെ നിർത്തിക്കളയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് എല്ലാ ദിവസവും ചെറിയ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത്. ആ സ്ഥിരത, ആ കൺസിസ്റ്റൻസിയാണ് പ്രധാനം. കാലക്രമേണ ആ ചെറിയ ചുവടുകൾ വലിയ മാറ്റങ്ങളുണ്ടാക്കും. ഈ കാണുന്നതുപോലെ ഒരു ദിവസം ഭയങ്കര തീവ്രതയോടെ എന്തെങ്കിലും ചെയ്യുന്നത് വലിയൊരു കാര്യമായി തോന്നാം. പക്ഷേ ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ എല്ലാ ദിവസവും സ്ഥിരമായി ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ അതിനേക്കാൾ എത്രയോ വലിയ ഫലം തരും. അതാണ് കൺസിസ്റ്റൻസിയുടെ പവർ. ഇനി മടി, അതായത് ഒരു കാര്യം ചെയ്യാൻ വൈകുന്നത്, അതൊരു ചിന്താരീതിയല്ല, അതൊരു ശീലമാണ്, ഒരു ദുശ്ശീലം. നിങ്ങൾ ഓരോ തവണ ഒരു കാര്യം ചെയ്യാൻ മടിക്കുമ്പോഴും നിങ്ങൾ ആ നിഷ്ക്രിയത്വം എന്ന ശീലത്തെ കൂടുതൽ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ മടിയെന്ന ശീലത്തെ മറികടക്കാൻ വളരെ സിമ്പിളായൊരു ടെക്നിക്കുണ്ട്. അതിന് വേണ്ടത് ഈയൊരു സംഖ്യയാണ്: 5. വെറും 5 സെക്കൻഡ്. ഇതിനെയാണ് 5 സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒരു തോന്നൽ വന്നാൽ ഉടനെ 5, 4, 3, 2, 1 എന്നിട്ട് പിന്നോട്ടെണ്ണുക. എന്നിട്ട് നിങ്ങളുടെ തലച്ചോറിന് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ച് ആ ഐഡിയയെ ഇല്ലാതാക്കാൻ സമയം കൊടുക്കുന്നതിന് മുൻപ്
ശാരീരികമായി മുന്നോട്ട് നീങ്ങുക, ആക്ഷൻ എടുക്കുക. ഇത് നമ്മുടെ ആക്ഷൻ എടുക്കാനുള്ള കഴിവിനെ വളർത്തും. അപ്പോൾ നമ്മൾ മൈൻഡ് സെറ്റ് ശരിയാക്കി, ശീലങ്ങളും ശരിയാക്കി. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ തൂണിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ പേഴ്സണൽ ക്യാരക്ടർ, നമ്മുടെ നിലവാരം, നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും നയിക്കുന്ന ആ ഒരു ആന്തരിക ശക്തി. അച്ചടക്കം. പലരും ഇതിനെ ഒരു ശിക്ഷയായാണ് കാണുന്നത്. പക്ഷേ അങ്ങനെയല്ല. നിങ്ങളിപ്പോൾ എവിടെയാണോ നിൽക്കുന്നത്, നിങ്ങൾക്ക് എവിടെയാണോ എത്തേണ്ടത്, അതിനിടയിലുള്ള ഒരു പാലമാണ് അച്ചടക്കം. അതാണ് നിങ്ങളെ അപ്പുറത്തേക്ക് എത്തിക്കുന്നത്. മോട്ടിവേഷനും ഡിസിപ്ലിനും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് ആണ്. അത് വരും, പോകും, പ്രവചിക്കാൻ പറ്റില്ല. എന്നാൽ അച്ചടക്കം അങ്ങനെയല്ല. അതൊരു മസിൽ പോലെയാണ്. നമ്മൾ ഉപയോഗിക്കും തോറും അത് കൂടുതൽ ശക്തമാകും. അതൊരു തോന്നലല്ല, അതൊരു തിരഞ്ഞെടുപ്പാണ്. യഥാർത്ഥ അച്ചടക്കത്തിന്റെ ഏറ്റവും വലിയ ടെസ്റ്റ് എന്താണെന്നറിയോ? നിങ്ങളൊരു കാര്യം ചെയ്തില്ലെങ്കിൽ പോലും ആരും അറിയാൻ പോകുന്നില്ല എന്നൊരു സാഹചര്യത്തിലെ അപ്പോഴും ശരിയായ കാര്യം ചെയ്യുക. അതാണ് യഥാർത്ഥ അച്ചടക്കം. അതാണ് നിങ്ങളുടെ സ്വഭാവത്തിന്റെ അളവുകോൽ. അപ്പോൾ അവസാനത്തെ ചോദ്യം നിങ്ങളോടാണ്. നിങ്ങളിന്ന് മികവ് തിരഞ്ഞെടുക്കുമോ? ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ മികവിന്റെ പാതയിൽ നടക്കാൻ നിങ്ങൾ തയ്യാറാണോ? ആ തിരഞ്ഞെടുപ്പ്, ആ ഉത്തരവാദിത്തം, അത് പൂർണ്ണമായും നിങ്ങളുടേതാണ്.